കോൺഗ്രസ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറുപടി പറയേണ്ട കാഴ്ചകളാണ്. DK ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ, നിങ്ങളും BJPയും തമ്മിലുള്ള വ്യത്യാസം പറ. ഹരിയാനയിലെ നൂഹിൽ, യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ, ആസാമിൽ, ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ BJPയും സംഘപരിവാർ ഗവൺമെന്റുകളും ഭരണകൂടവും നടത്തിയതും നിങ്ങൾ നടത്തിയതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിച്ചു തരാമോ? നോക്കൂ, ഈ കാഴ്ചകൾ കാണും. വന്ധ്യവയോധികരായ മനുഷ്യർ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ. ഞാൻ ചില മനുഷ്യരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പേര് ശ്രാവണി. ഇന്നലെ ഞങ്ങൾ കണ്ട വ്യക്തിയാണ് ശ്രാവണി. ഇടിഞ്ഞു പൊളിഞ്ഞ തൻ്റെ പഴയ വീടിൻ്റെ പുറകിൽ ആരോ വലിച്ചു കെട്ടിക്കൊടുത്തൊരു ചെറിയ നീല കളർ ടാർപോളിൻ്റെ ചുവട്ടിൽ 9 മാസം പ്രഗ്നന്റ് ആയൊരു വുമൺ ഇരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ ശ്രദ്ധയിലേക്ക് ഈ കാഴ്ച കാണിക്കുകയാണ് ഞങ്ങൾ. പ്രിയങ്ക ഗാന്ധി ഇത് മറുപടി പറയണം. ഈ ശ്രാവണി പ്രിയങ്ക ഗാന്ധിയെ പോലൊരു സ്ത്രീയാണ്. 9 മാസം പൂർണ്ണ ഗർഭിണിയായ ശ്രാവണി സ്വതന്ത്ര ഭാരതത്തിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ദുർബലരായ മനുഷ്യരുടെ മേലുള്ള കടന്നുകയറ്റം നോക്കൂ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 2 കല്യാണക്കത്തുകൾ, മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത 2 കല്യാണക്കുറികൾ. ഒന്ന് സെയ്ദ് മുബാറക്. ജനുവരി മാസം 2-ാം തീയതി സെയ്ദ് മുബാറക്കിന്റെ കല്യാണമാണ്. ആ ചെറുപ്പക്കാരൻ വിതുമ്പലോടുകൂടി ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു, എൻ്റെ കല്യാണമായിരുന്നു വരുന്ന ജനുവരി മാസം 2-ന് പുതുവർഷത്തിൽ. സിദ്ധരാമയ്യ എന്ത് മറുപടിയാണ് പറയുന്നത്? കോൺഗ്രസ് രാജ്യത്തോട് എന്ത് മറുപടിയാണ് അവരോട് പറയുന്നത്? സെയ്ദ് മസ്താൻ എന്ന ഈ പാവം മനുഷ്യൻ ഖവാലി പാടി ജീവിക്കുന്ന മനുഷ്യനാണ്. ഫക്കീർ വിഭാഗം മുസ്ലിം തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഖവാലി പാട്ടുകൾ പാടുന്നു. പള്ളിയുടെ എല്ലാം മുമ്പിൽ നിന്ന് ഖവാലി ഗാനങ്ങൾ. എന്നിട്ട് ആ ഖവാലി ഗാനങ്ങൾ കേട്ടിട്ട് അതിന് ആളുകൾ കൊടുക്കുന്ന കാശ്, ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ, അതുകൊണ്ട് ജീവിതം ചുരുക്കൂട്ടിയ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹമായിരുന്നു ജനുവരി മാസം 15-ാം തീയതി. നിറകണ്ണുകളോടുകൂടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. നോക്കൂ, മെഹബൂബി വർഷങ്ങളായി കിടപ്പ് രോഗിയാണ്. മെഹബൂബി ഹുസൈൻ ബാഷ കിടപ്പ് രോഗിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു സമാനമായൊരു കാഴ്ച നിങ്ങൾക്ക് വേറെ കാട്ടിത്തരാൻ കഴിയോ? 200ഓളം വീടുകൾ, 1000ഓളം വിക്ടിംസ്, എല്ലാവരും അശരണരായ മനുഷ്യർ. BJP സർക്കാരുകൾ എങ്ങനെയാണോ ദുർബലരുടെ മുകളിലേക്ക് കൊടുത്ത് ഈ ബുൾഡോസർ കയറ്റിയേക്കുന്നത്, അതേ ബുൾഡോസറുകൾ അവർ അയക്കുന്ന ഏതെല്ലാം വിഭാഗങ്ങൾക്കെതിരെയാണോ അതേ ആളുകൾക്കെതിരെ എങ്ങനെയാണ് കോൺഗ്രസ് നയിക്കാൻ കഴിയുക?